നല്ല പേരന്റിങ്ങിലൂടെ കുറ്റവാസനയുള്ള കുട്ടികളെ നേർവഴിയിൽ നടത്താൻ കഴിയും എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ജയപ്രകാശ് പറയുന്നത്. ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂടി പറയുന്നു. 2019 മുതൽ 2024 വരെ 5 വർഷം 66% കുറ്റവാസനയുടെ കുട്ടികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി എന്നാണ് വിവരം. 66% വർധന എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കുട്ടികൾ വല്ലാതെ മാറിയിട്ടുണ്ട്, പീഡിപ്പിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. കേൾക്കാം. കുട്ടികളിലെ കുറ്റവാസന വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. 2019 തൊട്ട് 2024 വരെയുള്ള ഡേറ്റ നോക്കുമ്പോൾ 66% ഇൻക്രീസ് ഉണ്ട്, വർധന വന്നിരിക്കുന്നു. കുട്ടികളുടെ കുറ്റവാസനയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് വന്ന ഡേറ്റയിൽ 66% ഇൻക്രീസ് വർധനവാണ് 2019 തൊട്ട് 2024 വരെയുള്ള. അപ്പോൾ ഇത് തന്നെ ക്ലിനിക്സിൽ ഈ കുറ്റവാസന സ്വഭാവമുള്ള കുട്ടികൾ വരുന്നെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അതിലും എത്രയോ ഇരട്ടി കുറ്റവാസന കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ കുടുംബ പശ്ചാത്തലം ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയറൻമെൻറ്റ്, ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ പേരൻറ്റ് ഫാമിലി, അബാൻഡൻ ഫാമിലി, ആൽക്കഹോളിസം, ഡൊമസ്റ്റിക് വയലൻസ്, കോറൽസം ഇവൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുടുംബ പശ്ചാത്തലത്തിന് നമ്മൾ ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലം ഇത്തരത്തിലുള്ള കുറ്റവാസനയുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകതയായിട്ട് കൂടുതൽ സ്റ്റഡിയിൽ ഭൂരിപക്ഷം പോപ്പുലേഷൻ കുട്ടികളിലും അങ്ങനത്തെ പശ്ചാത്തലം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളിലുള്ള കുറ്റവാസന എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കം, വഴക്ക്, ദേഷ്യം, ഉപദ്രവിക്കുക, ആയുധങ്ങൾ വെച്ച് ഉപദ്രവിക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടിയെ കോമ്പസ് വെച്ച് കുത്തുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പേന വെച്ച് കുത്തുക, അങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അക്രമ സ്വഭാവം ഈ കൗമാരപ്രായത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അങ്ങനത്തെ. പിന്നെ പോലീസ് കേസുകളിൽ പെടുക, സെക്ഷൽ അബ്യൂസ് നടത്തുന്ന തരത്തിലുള്ള പോർണോഗ്രാഫി ഉപയോഗം, അതിൻ്റെ അഡിക്ഷൻ, അങ്ങനെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഇങ്ങനെ ചെറിയ കുട്ടികളിൽ കുറ്റവാസന സ്വഭാവം, അക്രമവാസന സ്വഭാവ രീതിയായിരിക്കും. അഡോളസൻസിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ സെക്ഷൽ ക്രൈംസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ഗാങ് ബിഹേവിയർ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളിലേക്ക് അത് വലുതായി വികസിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സ്വഭാവമുള്ള രീതിയുള്ള കുട്ടികളെ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ്, കുറ്റവാസന സ്വഭാവ പ്രകൃതത്തിന് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് സാങ്കേതികമായി പറയുന്ന ഡയഗ്നോസ്റ്റിക് ടെർമിനോളജി. കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ്. അപ്പോൾ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ വല്ലാതെ ശ്രമിക്കേണ്ടി വരും. ചില നിയന്ത്രണങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരുപാട് കമൻറ്റുകൾ വരുന്നത് ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് ജിത്തു പറയുന്നു. അതും തെറ്റായ ഒരു കാര്യമാണ്. ഒരു കുട്ടി ഒരു കളിപ്പാട്ടം ചോദിച്ചാൽ ആ കുട്ടിക്ക് റെസ്ട്രിക്ഷൻ വയ്ക്കുക. 1 മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു കളിപ്പാട്ടം, അത് ഇത്ര രൂപയിൽ താഴെയുള്ള കളിപ്പാട്ടമേ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു തരാൻ പറ്റൂ. മറ്റുള്ള കുട്ടികളെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് വരരുത്. അങ്ങനെ കുട്ടികളുള്ള മോഹങ്ങൾ ആ അർത്ഥത്തിൽ പൂർണ്ണമായും നിഷേധിക്കുകയല്ല, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമ്മൾ വളർത്തിയേ മതിയാവൂ. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ഗുഡ് ടച്ചാണ്, ഇത് ബാഡ് ടച്ചാണ് എന്ന് പറയുന്നത് പോലെ കുട്ടികളെ ബോധ്യപ്പെടുത്തി തന്നെ കൊണ്ടുപോകണം. ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കലല്ല, നല്ല പേരൻറ്റിങ് എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു.